ഈ സംരക്ഷണം മൂലം നമ്മള് ഒരു പ്രശ്ന കലാപബാധിത പ്രദേശം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് വെറുതെ പോകുന്നത്. കാരണം ഒന്നത്തെ കലാപത്തിന്റെ കാലമാണല്ലോ ഇപ്പോ. അപ്പൊ എന്തായാലും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് പക്ഷെ സുപ്രീം കോടതി ഇങ്ങനെ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു, യു ഷുഡ് ടേക്ക് റീസണബിൾ കെയർ ടു ഹാൻഡിൽ ദ ആർട്ടിക്കിൾ. ഈ വസ്തു ഉപയോഗിക്കുമ്പോ നീ എന്ത് ചെയ്യണം? നീ അതിൽ റീസണബിൾ കെയർ, നിന്റെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ ഒന്നും വരാൻ പാടില്ല. ഒക്കെ പരിഹരിച്ചു തരും. പക്ഷെ ഒരു കാര്യം, നീ അത് കൈകാര്യം ചെയ്യുമ്പോ നിന്റെ കയ്യിൽ നിന്ന് ന്യൂനത വരും. ഒരിക്കൽ ഒരു സ്കൂൾ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്, പൊന്നു സാറേ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും പോണം, ഭർത്താവിന് ജോലി, ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലെ തുണി എടുക്കാമെന്ന് കരുതി ഒരു വാഷിംഗ് മെഷീനുമാണ്, വീട്ടിലൊരു വല്യമ്മയുമാണ്, അമ്മയെ നോക്കണം, ഒരാശ്വാസമായല്ലോ തുണി കഴുകാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം സ്കൂളിൽ ഇൻസ്പെക്ഷനാണ്. ആ സമയത്ത് എനിക്ക് അല്പം നേരത്തെ പോകണം. ഒരു കാര്യം ചെയ്തു, ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മയെ ഒരു കാര്യം ചെയ്ത് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കണം. ഇത് പറഞ്ഞിട്ട് ഇവള് നേരെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ അമ്മച്ചി ഒരു കാര്യം ചെയ്തു. അമ്മച്ചി കുറെ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ അമ്മച്ചി ചിന്തിച്ചു, ശരിയോ പാത്രം കുറച്ച് കഴിയുമ്പോ അമ്മച്ചിക്ക് ബുദ്ധി വന്നത്, എന്നാലും ഈ വാഷിംഗ് മെഷീനിൽ അവൾ തുണിയിട്ട് കഴിയും എത്ര എളുപ്പത്തിലെ കാര്യം ചെയ്യണേ, പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? അമ്മച്ചി ഒരു കാര്യം ചെയ്തു, ഈ പിജാണും ഈ പ്ലേറ്റും ഇതെല്ലാം കൂടി വാരിയിട്ട് എന്ത് ചെയ്തു, വാഷിംഗ് മെഷീനകത്ത് നിറച്ചടച്ചിട്ട് ഇതങ്ങൾ ഓൺ ചെയ്തു. ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കിയിട്ട് വാഷിംഗ് മെഷീന്റെ പണി തീരും. പക്ഷേ ഒരു വർഷം സമയ കാലാവധിയുണ്ട്, കൺസ്യൂമറാണ്, എല്ലാ സംരക്ഷണവും ഉണ്ട്. പക്ഷേ നാം സംരക്ഷിക്കപ്പെടുമോ? കാരണം എന്താ? തുണിയാനല്ല, നാം ആ ഉപകരണം കൈകാര്യം ചെയ്തതിൽ വന്ന അപാകതം. അവിടെ കൺസ്യൂമർ നിയമം ഒരിക്കലും നമ്മെ സംരക്ഷിക്കുകയില്ല, പ്രൊട്ടക്ഷൻ കൊടുക്കരുത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുണനിലവാരത്തിൽ തരുന്നവർ, അളവ് തൂക്കത്തിൽ തരുന്നവർ, ഇതൊക്കെയാണെങ്കിൽ ഒരമ്മച്ചിയുടെ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ചൂണ്ടിക്കൊണ്ടുവരെ. ഒരിക്കലും അമ്മച്ചി ഓടിപ്പറഞ്ഞു, ഒരു 60 വയസ്സിന് മുകളിലുള്ള അമ്മച്ചി ഓടി വന്നിട്ട് മോനെ വല്ലാത്ത പ്രശ്നമാണ്. എന്താ അമ്മച്ചി? എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, അമ്മച്ചി ഇരിക്കെ മോനെ, എന്നെ കണ്ടാൽ എത്ര വയസ്സ് പ്രായം? അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല, ചർമ്മം കണ്ട പ്രായം തോന്നുകയേ. അപ്പച്ചി പറഞ്ഞു, ഇത് എടുക്കണം, എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പച്ചി ചോദിച്ചു, എന്താ പ്രശ്നം? എന്റെ പൊന്നു മോനെ, 5 വർഷമായിട്ട് ഞാൻ ഒരു സോപ്പ് ഇങ്ങനെ തേച്ചു കുടിച്ചോണ്ടിരിക്കുക, ഒരു വ്യത്യാസവുമില്ല. എന്റെ ഈ ചുറ്റിച്ചുളിഞ്ഞ ചർമ്മമൊക്കെ ഒന്ന് നേരെയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അമ്മച്ചിയോട് ചോദിച്ചു, ഏതാ സോപ്പാണ്? അമ്മച്ചി പറയുകയാണ്, എല്ലാവരും പോയി കഴിയുമ്പോ ഞാൻ എന്ത് ചെയ്യും? TV ഓൺ ചെയ്യും. TV ഓൺ ചെയ്യുമ്പോ ഇപ്പൊ പ്രശ്നം എനിക്കറിയില്ല, ഈ സാറെ ഒരു പെണ്ണ് ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പൊ ഒരു ചോദ്യം, എക്സ്ക്യൂസ് മീ, ഏത് കോളേജില്? അപ്പോഴത്തേക്കും സമയം ഒരു കൊച്ചു കാണി വരും. പ്രശ്നം അപ്പാടത്തേക്ക് അച്ഛൻ വന്നു, ചർമ്മം കണ്ടാൽ തോന്നുകയേ
5 വർഷമായി ഒരു മാറ്റമില്ല. സഹോദരങ്ങളെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് അമ്മച്ചി സംരക്ഷിക്കപ്പെടുമോ? എന്തുകൊണ്ടില്ല? 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 നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? അങ്ങനെ ഒരു ഓഫർ ഇല്ല. ഇവിടെ ഓഫർ ഇല്ല. നിങ്ങൾക്ക് മേടിച്ചു നോക്കുക, നിങ്ങളുടെ ചർമ്മം ഇങ്ങനെയാകുമെന്ന ഒരു ഓഫർ അവിടെ ഇല്ല. പക്ഷേ ആ സോപ്പിന്റെ കൂട്ടത്തിലോ അതിന്റെ ഗുണനിലവാരത്തിലോ നിറത്തിലോ അതല്ലെങ്കിൽ മേൽക്കോട്ട എടുക്കുന്ന വഴി നേരെ മുഴുവൻ ടെക്നോളജി നോക്കുന്ന പോലെയുള്ള സാധനമാണെങ്കിൽ ഇതിനൊക്കെ ഗ്യാരണ്ടീഡാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾക്ക് സംരക്ഷണം നൽകും. ആ ഒരു ഓഫർ ഇല്ല. അപ്പൊ അടുത്ത ചോദ്യം അങ്ങനെയെങ്കിൽ മെഡിസിൻ, മരുന്നുകൾ. ഇപ്പൊ അവിടെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ ഇല്ല എന്നോ. അങ്ങനെയെങ്കിൽ അവിടെ പറയുന്നു മരുന്നുകൾക്ക് ഓഫർ ഇല്ലല്ലോ. അതും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് വരും. ക്വസ്റ്റ്യൻ എന്നാലും അതും